നമസ്കാരം. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങ് തീരുമാനിച്ചു. ഇതോടെ ഇടതുമുന്നണിയിൽ CPI-CPM-ഉമായുള്ള തർക്കം രൂക്ഷമായി. ആത്മാഭിമാനം പണയപ്പെടുത്തി ആരുടെ മുന്നിലും കീഴടങ്ങേണ്ടതില്ല എന്നാണ് CPI-യുടെ തീരുമാനം. അതേസമയം ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ടെന്നാണ് CPM നിലപാട്. കീഴ്വഴക്കം അനുസരിച്ച് പ്രതിപക്ഷ ഉപനേതാവ് പദവി CPM-ന് അവകാശപ്പെട്ടതാണെന്നാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഇന്നലെ ചേർന്ന CPI സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPM-ന് വഴങ്ങേണ്ടതില്ല എന്ന അഭിപ്രായമാണ് നേതാക്കളെല്ലാം പ്രകടിപ്പിച്ചത്. 8 സീറ്റുള്ള CPI-ക്ക് അവകാശപ്പെട്ടതാണ് ഉപനേതാവ് സ്ഥാനം. മുന്നണിയെ നയിക്കുന്ന പാർട്ടി ചില പ്രത്യേക സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ആവശ്യത്തിൽ നിന്ന് ഇനി പിന്നോട്ട് പോകുന്നത് പൊതുസമൂഹത്തിൽ നാണക്കേടാണ്. അവമതിപ്പിന് ഇത് കാരണമാകും. വിട്ടുവീഴ്ച ചെയ്ത് മുന്നണി ബന്ധം നിലനിർത്തേണ്ട ആവശ്യമില്ല. ഐക്യം നിലനിർത്തി ഭരണം സംരക്ഷിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല. 2011-ൽ CPM-ൽ ഭിന്നത രൂക്ഷമായിരിക്കെയാണ് ഉപനേതാവ് സ്ഥാനവും CPM ഏറ്റെടുത്തത്. 2016-ലും 2021-ലും UDF-ൽ നേതൃത്വ സ്ഥാനം രണ്ടാമത്തെ പാർട്ടിയായ മുസ്ലിം ലീഗിന് UDF നൽകി, കോൺഗ്രസ് നൽകി. കോൺഗ്രസ് അങ്ങനെ കാണിച്ച ആ മുന്നണി മര്യാദ പോലും CPM-ഉം കാണിക്കുന്നില്ല. അത് CPM കാണിക്കണം എന്നാണ് സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം ഉയർന്നത്. CPI നിലപാടിൽ മാറ്റമില്ല. കീഴ്വഴക്കങ്ങൾ മാറ്റേണ്ടി വന്നാൽ മാറ്റണം. മുഖ്യമന്ത്രി കസേര വേണ്ടെന്ന് വെച്ച പാർട്ടിയാണ് CPI. അതുപോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെ സെക്രട്ടേറിയറ്റിൽ നിർത്തിപ്പൊരിച്ചു. രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം പരസ്യമായി ആവശ്യപ്പെട്ടത് ഉചിതമായില്ലെന്ന് മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെട്ടു. അതുപോലെ ഒന്നാമതേ മുന്നണി വിടണമെന്നാണ് പല ജില്ലാ കമ്മിറ്റികളും CPI-യുടെ പല ജില്ലാ കമ്മിറ്റികളും അഭിപ്രായപ്പെട്ടത്. എറണാകുളം ജില്ലാ കമ്മിറ്റി തന്നെ പരസ്യമായി രംഗത്ത് വന്നു. ആത്മാഭിമാനം പണയം വെച്ച് മുന്നണിയിൽ തുടരേണ്ടെന്ന നിലപാട് പല ജില്ലാ കമ്മിറ്റികളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതേസമയം ആരുടെയും ആത്മാഭിമാനവും ആർക്കും പണയം വയ്ക്കാൻ പാടില്ല എന്നുള്ള നിലപാടുള്ളവരാണ് ഞങ്ങളെല്ലാം എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. CPI പറഞ്ഞ കാര്യങ്ങളോടൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല. 2011-ൽ ഉപനേതാവ് സ്ഥാനം CPM-നായിരുന്നു. അതാണ് കീഴ്വഴക്കവും എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ഏതായാലും മുന്നണിയിൽ അടി നടക്കുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. കാത്തിരിക്കാം, ഗാലറിയിൽ തന്നെ ഇരിക്കാം.